വിസ്മയങ്ങളുടെ വിസ്ഫോടന കാലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഒരൊറ്റ ടീമാണെന്ന് പറയുന്നവർ തമ്മിലിടിച്ച് സീറ്റ് സ്വന്തമാക്കാൻ ഓടി നടക്കുന്ന കാലം. അതിപ്പോൾ നിന്ന നിൽപ്പിൽ ഡൽഹിയിൽ വരെ പോയിട്ടാണെങ്കിൽ അങ്ങനെ. പ്രായവും പക്വതയും അനുഭവ സമ്പത്തും മന്ത്രി കസേരയിലും MLA MP പദവിയിലും ഇരുന്ന് മൂട്ടിലുണ്ടായ തഴമ്പും മൂലക്കുരുവും ഒന്നും അവിടെ പ്രശ്നമല്ല. ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കസേര കൂടിയേ തീരൂ. അതിപ്പോൾ ഇത്ര കാലം പോറ്റിയ പാർട്ടി വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഉട്ടോപ്പിയയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇച്ചിരി വൈകിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ച മുറുക്കി കെട്ടി ആദ്യം ഇറങ്ങിയത് LDF ആണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. മുന്നണിയിലെ കക്ഷികളെല്ലാം അധികം തട്ടുകേട് കൂടാതെ തങ്ങളുടെ ഭാഗം ക്ലിയറാക്കി. പാർട്ടി സെക്രട്ടറിയായ MLA ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകളൊക്കെ വന്ന പോലെ തന്നെ കെട്ടടങ്ങി. നാട്ടികയിൽ ഇടഞ്ഞ് കോൺഗ്രസിൽ കണ്ണുവെച്ചിറങ്ങിയ മുകുന്ദന് ഒടുവിൽ താമരച്ചോലയാണ് അഭയം നൽകിയത്. വൈക്കത്ത് അജിത്തിനും കിട്ടി താമരയുടെ ഒരു സീറ്റ്. അധികാരമോഹം തലയ്ക്ക് പിടിച്ച വിപ്ലവ മണ്ണിലെ കവിവര്യനും കലഹിച്ച് പടിയിറങ്ങിപ്പോയി. അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണനോട് പോലും പരിഭവം പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണിപ്പോൾ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ ഞാനും ഷൂ എന്നൊരു മറുപടി അങ്ങ് ഇടുക്കിയിൽ നിന്നെത്തി. മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. പാർട്ടി പറയുന്നതാണ് ശരിയെന്നും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുമെന്നും മാറി നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെയെന്നും പറയുന്നവരുമുണ്ട്. എനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പാർട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അതിനെല്ലാം ഇടയിൽ ഞാനീ കളിക്കില്ലെന്നും പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കിയതിൽ കെറിവിച്ച ഒരു മന്ത്രി മാറിയിരിക്കുന്ന അപൂർവതയും അരങ്ങേറി. അല്ലേലും ചിലർ അങ്ങനെയാണ്. ക്വാർട്ടർ സെമിയുമൊക്കെ എങ്ങനെയും കടന്ന് ഫൈനലിലെത്തും. ആ ഒരൊറ്റ കാരണം കൊണ്ടുണ്ടാകുന്ന അമിത ആത്മവിശ്വാസത്തിൽ പിന്നീട് കാണിച്ചു കൂട്ടുന്നതെല്ലാം വെപ്രാളങ്ങളായിരിക്കും. എന്തായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിത്തിൻ 24 hours എല്ലാം സെറ്റാണെന്ന് അങ്ങ് കാച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം. ഇനി ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നതെന്ന് ദിവസം 100 ആവർത്തി പറഞ്ഞിരുന്നവർ കൃത്യസമയത്ത് നോമിനേഷനെങ്കിലും കൊടുക്കുമോ എന്ന് ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാനൊക്കില്ല. അതുകൊണ്ട് 24 മണിക്കൂറിന്റെ കാര്യം മാധ്യമപ്രവർത്തകർ ഒന്ന് ഓർമ്മിപ്പിച്ചു. ദേ വരുന്നു സ്റ്റഡി ക്ലാസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. മാധ്യമപ്രവർത്തകർ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് ഉട്ടോപ്പിയുടെ അഭിപ്രായം. ഇത്രയും കാലം വളരെ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നടത്തി കാണിച്ച ആളോടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്കതിൻ്റെ പാപം കിട്ടും, സൂക്ഷിച്ചോ. പക്ഷെ തെറ്റ് പറയരുതല്ലോ. അങ്ങ് ഡൽഹിയിലിരുന്ന് ഹൈക്കമാൻഡ് ആളുകളുടെ പേരെഴുതുന്ന സമയത്ത് ഇവിടെ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ അടിച്ച് അണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങി വെച്ചു. മണ്ടയില്ലാത്ത തെങ്ങെന്ന് പറയും പോലെ മണ്ഡലമില്ലാത്ത പോസ്റ്ററിൽ അരികിലുണ്ടായിരുന്നു ചാമക്കാല. കൊച്ചിയിൽ ദീപ്തമായ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററിലും ഫ്ലെക്സിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. മേയർ പട്ടം നഷ്ടപ്പെട്ട ദീപ്തിയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നേർക്കുനേർ. കണ്ണൂരെന്ന ഹൃദയരക്തം ചീന്തിക്കാണിച്ചിട്ടും ഇതെന്ത് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ് പഴയ സിംഹത്തെ ചിലർ കുത്തി നോവിച്ചു. പാവം സുധാകരൻ നൊന്തും കരഞ്ഞും രാത്രിക്ക് രാത്രി തന്നെ ഡൽഹിയിൽ പോയി. തന്നെ വെട്ടാൻ നോക്കിയവരുടെ പേര് പറഞ്ഞു ഉറഞ്ഞു തുള്ളി. ദുഃഖഭാരം താങ്ങാനാകാതെ വിമാനത്താവളത്തിലെ ഏതോ ടോയ്ലറ്റിൽ പോയി ചൂട് ചായ ഊതി ഊതി കുടിച്ചു. എവിടെയാണ് അത്താണിയെന്നറിയാതെ ലീഗിൽ നിന്ന് ഇടതുമാറി നിന്ന രണ്ടത്താണിയും തലസ്ഥാന നഗരിയിൽ കലാപക്കൊടി നാട്ടിയ ശിവകുമാറും പഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണിപ്പോഴെന്ന് നീട്ടിച്ചൊല്ലി കവി എൽദോസും കലാപം തുടർന്നപ്പോഴും ഭാവി മുഖ്യമന്ത്രി പറഞ്ഞു ഒരു അവസരം പോലും ഇല്ലാതെയാണ് ടീം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സണ്ണിയെയും ജാനുവിനെയും ഒക്കെ പറഞ്ഞു പറ്റിച്ച നേതാവ് പറയുന്നു വേണമെങ്കിൽ വിസ്മയം ഇനിയും തുടരാമെന്ന്. നിങ്ങൾ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും പരിഹസിക്കാൻ ശ്രമിച്ചല്ലോ. ഇപ്പൊ 1/2 ഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ. ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ? മുണ്ടുടുക്കാൻ അറിയാവുന്ന ജി അവതരിച്ചതോടെ BJPയുടെ കാര്യങ്ങൾ ആകെ രസകരമാണ്. മൺകുടം പേര് നടന്ന തുഷാറിനൊപ്പം ചക്കയുമായി സാബ് കൂടി എത്തിയതോടെ കാര്യങ്ങൾ കളറായിട്ടുണ്ട്. തുഷാർ സംഘവും മൺകുടം വിട്ട് തെങ്ങിൻതോപ്പിലേക്കും ചേക്കേറി. ഒരു 2020 സിനിമയെങ്കിലും ആയാൽ മതി എന്ന് കാത്തിരിക്കുമ്പോഴാണ് ബിഗ് ബോസിന്റെ മറ്റൊരു സീസണായി അത് മാറുന്നത്. ബിഗ് ബോസ് കണ്ടവരൊക്കെ വോട്ട് ചെയ്താൽ ജയിക്കുമെന്നതാണ് കോട്ടാത്തല അഖിലിന്റെ കോൺഫിഡൻസ്. ഒരു ഷോ ഇറക്കാമെന്ന് വെച്ച് കാത്തിരിക്കുമ്പോൾ എവിക്റ്റായി പോയ അവസ്ഥയിലാണ് ലക്ഷ്മിപ്രിയ. പ്രചാരണത്തിനായി മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ വരുന്നത് സ്വപ്നം കണ്ട പിഞ്ചു മനസ്സ് എന്തോരം നൊന്നിട്ടുണ്ടാകണം. ബിഗ് ബോസ് എൻട്രി കാർഡല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനദണ്ഡമെന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരും ഈ പാർട്ടിയിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ എടുത്ത് എറിഞ്ഞാലോ അത് ഓർത്തുകൊണ്ട് മാത്രം മിണ്ടുന്നില്ല. രണ്ട് മുന്നണികളുടെയും പടിവാതിൽക്കൽ ഇപ്പോഴും ജിക്കൊരു കണ്ണുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങിയാൽ പോലും അംഗത്വമോ സീറ്റോ വാഗ്ദാനം ചെയ്യാനുള്ള സംവിധാനമൊക്കെ ജി ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിസ്മയം കാത്തിരിക്കുന്ന ചില പാണന്മാർ പാടി നടക്കുന്നത്.
വിസ്മയങ്ങളുടെ ചെറിയൊരു ചെപ്പ് മാത്രമാണ് ഇപ്പോൾ തുറന്നത്. ഇനിയും ഏറെ പറയാനുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അതെല്ലാം പറഞ്ഞു തീർക്കാമെന്ന ഉറപ്പിൽ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഇനി വേണോ? അല്ല ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ?